സൈഡിലോട്ടിക്കടാ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. പത്തനംതിട്ടയിൽ അൻലാൻഡിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉടൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ഈ പരിപാടി നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷാ സന്നാഹങ്ങളും വാഹനങ്ങളും പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ചെന്നു. ഹാഷ്മി, സമാനമില്ലാത്ത പതിവില്ലാത്ത രീതിയിൽ ഇത്തവണ കുറച്ചു കൂടുതലായി സൗത്തിനെ ഈ BJP ഫോക്കസ് ചെയ്യുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? കാരണം മാരത്തോൺ പ്രചാരണമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു, ഇന്ന് രാത്രിയോടുകൂടി തന്നെ തിരിച്ച് തെലങ്കാനയിലേക്ക് പോകുന്നു. അങ്ങനെ സൗത്ത് ഫോക്കസ് ചെയ്തുള്ള ഒരു പ്രചാരണം. അതിന് മുന്നോടി കേരളത്തിലും ഒരു പടി കടന്നുകൊണ്ട് കേരളത്തിൽ ഒരു പ്രതീക്ഷ വെക്കുകയല്ലേ പ്രധാനമന്ത്രിയും BJPയും? ഹഷ്മി, ഉറപ്പായും സുഹേൽ, നമുക്ക് നേരത്തെ തന്നെ അറിയാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപാണ് അവിടുത്തെ പ്രമാണത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ഇവിടെ പത്തനംതിട്ടയിലെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. മോദി മൊഴികളാൽ മുഖരിതമാകുന്നു ആ വേദി. പ്രവർത്തകർക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സ്വീകരിക്കുകയാണ്. വേദിയിൽ പത്മജ അടക്കം, അനിൽ ആന്റണി അടക്കം, കോൺഗ്രസിന്റെയും NDAയുടെയും PC ജോർജ് അടക്കം, ഷോൺ ജോർജ് അടക്കം, BJP NDAയിലെ പ്രധാന കക്ഷികളുടെ ഒക്കെ നേതാക്കൾ അവിടെ വേദിയിൽ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി കോൺഗ്രസിനെതിരെ അടക്കമുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ എന്നൊക്കെയാണ് ഇനിയുള്ള ആകാംക്ഷ. എന്തായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെയാണ്. കാരണം ഇത് കേവലം പത്തനംതിട്ടയിലെ ഒരു പരിപാടി മാത്രമല്ല, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് തൊട്ടു തലേന്നാൾ നടന്ന പ്രചാരണ ഉദ്ഘാടനം എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാം. പിന്നെ നേരത്തെ സുഹേൽ ചോദിച്ച ഉറപ്പായും ഓപ്പറേഷൻ സൗത്ത് എന്നുള്ളത് ഇക്കുറി BJPയുടെ അജണ്ടയിലുള്ളതാണ്. അതിന് കാരണം ഇത്തവണ 400 സീറ്റിന് മുകളിൽ എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അത് മാത്രമല്ല, ഇനി വടക്ക് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ പോയ ഇലക്ഷനിലൊക്കെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കം കിട്ടാവുന്നതിന് പരമാവധി സീറ്റുകൾ BJP പിടിച്ചു നിൽക്കണം. അതിനപ്പുറത്തേക്ക് ഒരു വളർച്ച സാധ്യമല്ല. അപ്പോൾ ഈ പറയുന്ന സീറ്റെണ്ണത്തിലേക്കൊക്കെ എത്താൻ ഇവിടെ ഈ പറയുന്ന സൗത്ത് സംസ്ഥാനങ്ങളിലെ 126, 127 സീറ്റുകളിൽ പരമാവധി പിടിക്കാവുന്ന ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടി ഇന്റൻസീവ് ആയിട്ടുള്ള പ്രചരണം അവിടെ തുടങ്ങുന്നുണ്ട്. ശ്രീകുമാർ കൂടി ചേരുന്നു. ശ്രീത്ത്, രാവിലെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ എത്തിച്ചിരുന്നു. പുതിയ വെയിലാണ്. ആ വെയിലെത്തും എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്ത പ്രവർത്തകർ അവിടെ തന്നെ നിൽക്കുകയുമായിരുന്നു അല്ലേ ശ്രീ? തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായി അത് കേവലം പത്തനംതിട്ടയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ജനക്കൂട്ടമല്ല. ഇത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നൊരു ജനക്കൂട്ടമാണ്. അവർ രാവിലെ ഒരു 9 മണി മുതൽ, നമ്മൾ രാവിലെ 6 മണി മുതൽ ഹാഷ്മിയൊക്കെ വരുമ്പോൾ കാണുന്ന കാഴ്ച അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വലിയ പ്രഖ്യാപനമാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. സ്വാഭാവികമായി ഇന്നാണ് ഒരുപക്ഷെ അവസാനമായ രീതിയിൽ മോദിയുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലി നടക്കുന്നത്. നാളെ ഒരുപക്ഷെ 5 മണിക്ക് മുൻപ് തെലങ്കാനയിൽ ഒരു റാലി മോദി പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ BJPയുടെ റാലി നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇന്ന് കേരളത്തിൽ വന്ന് റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട ഒരു വലിയ സസ്പെൻസ് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്ത് സസ്പെൻസ് ആണെന്ന് ആർക്കും അറിയില്ല. നേരത്തെ ഏതാണ്ട് പറയുന്നുണ്ട് അത്തരത്തിലൊരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന തരത്തിലുള്ള പറയുന്നുണ്ട്. അതുകൂടാതെ അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സസ്പെൻസ് പത്മജയുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സസ്പെൻസായി നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാഷ്മി, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിൽ എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് ഉടൻ തന്നെ പ്രസംഗിക്കും. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് എന്ത് വാഗ്ദാനങ്ങൾ റബ്ബർ വില സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തിന് ഉതകുന്ന രീതിയിൽ എന്ത് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നതടക്കമുള്ള ആകാംക്ഷകൾ അവിടെ തങ്ങി നിൽക്കുന്നു. അതോടൊപ്പം നാളെ പൊതു തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിക്കുന്നതോടെ ഇലക്ഷൻ പ്രോട്ടോകോൾ അടക്കം വരും. അതിന് മുന്നോടിയായി പ്രഖ്യാപനങ്ങൾ എന്തുണ്ടാകുമെന്ന ആകാംക്ഷ അവിടെ നിലച്ചു നിൽക്കുന്നു. ഒപ്പം പാർട്ടി ചേക്കേറി വന്ന കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമോ, കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, കേവലം ഒരു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് അപ്പുറത്തേക്ക് സൗത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ 20 സീറ്റുകളും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരിക്കും പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുക എന്നതടക്കം പ്രതീക്ഷിക്കുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം, ശ്രീകുമാരനുമാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലേക്ക് എത്തിയത്. പത്തനംതിട്ടയിലെ റാലിക്ക് ശേഷം പിന്നീട് തെലങ്കാനയിലേക്ക് പോകും. അങ്ങനെ പതിവില്ലാത്ത രീതിയിൽ ഇത്തവണ 2024 സൗത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സൗത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ഉയർത്തിക്കൊണ്ട് 400+ ടാർഗറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് BJP നീങ്ങാനുള്ള അതിനുതകുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സൗത്ത് കേന്ദ്രീകരിച്ച് മാരത്തോൺ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് തമിഴ്നാട്ടിൽ
തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തുന്നു, വൈകിട്ടോടെ തെലങ്കാനയിലേക്ക് പോകുന്നു. അങ്ങനെ സൗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് BJP-യും പ്രധാനമന്ത്രിയും അടക്കം വലിയ കരുനീക്കങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രധാനമന്ത്രി അല്പസമയത്തിനകം സംസാരിക്കും. പ്രധാനമന്ത്രി നേതാക്കളടക്കം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭ അടുത്തതായിട്ട് കോട്ടയത്ത് നിന്നുള്ള NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ. കോട്ടയത്ത് നിന്നുള്ള NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ബൈജു കലാശാല. അതേപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വനിതാ ഭാരവാഹികൾ, സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ നാളെ ഔദ്യോഗിക പ്രഖ്യാപിക്കാനിരിക്കെ 257 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വലിയ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് BJP. 257 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് ആകട്ടെ 88 മണ്ഡലങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തെ ദുർബലമാക്കിക്കൊണ്ട് NDA വീണ്ടും വലിയ രീതിയിൽ പ്രചാരണാവേശം കൊണ്ടുപോകുന്നു. അതിന് മുന്നോടിയായി കേരളത്തിൽ പ്രചാരണം നടത്തുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സന്ദർശനമാണെങ്കിലും കഴിഞ്ഞ 3 മാസത്തിനിടെ ഈ പ്രധാനമന്ത്രിയുടെ 4ാം സന്ദർശനമാണ് കേരളത്തിൽ. പതിവില്ലാത്ത രീതിയിൽ സൗത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടി 400+ വിഷൻ എന്ന ടാർഗറ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് തന്നെയായിരിക്കും BJP ലക്ഷ്യം. അതിന് മുന്നോടിയായി തന്നെയായിരിക്കും പ്രധാനമന്ത്രി അടക്കം ഇറക്കിക്കൊണ്ടുള്ള കളം പിടുത്തം.